കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഞാൻ ഈ പറയുന്ന മാറ്റം ബ്ലീഡിങ് പോകുന്ന ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് പറയുന്ന റെമഡീസ് ഫോളോ ചെയ്യണം. അതല്ലെങ്കിൽ 3 മാസത്തെ അണ്ടത്തിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് ഏകദേശം നമ്മളുടെ ശരീരത്തിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുടെ എഫക്റ്റ് നമുക്ക് കാണണമെങ്കിൽ ഒരു 3 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇംബാലൻസസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നേന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു 2 മാസത്തിലോ 3 മാസത്തിലോ നമുക്കത് റെഗുലർ ആയിട്ട് വന്നിട്ട് പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. അപ്പോൾ അത്രയും മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്കപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പീരിയഡ്സ് പോകുന്ന ദിവസത്തിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പീരിയഡ് സൈക്കിൾ റെഗുലർ ആണോ ഇറഗുലർ ആണോ എന്നുള്ള കാര്യമാണ്. സാധാരണയായിട്ട് 21-നും 35-നും ഇടയിലാണ് മെൻസ്ട്രൽ സൈക്കിൾ പോകുന്നതെങ്കിൽ അത് റെഗുലർ ആയിട്ടുള്ള ഒരു മെൻസ്ട്രൽ സൈക്കിളാണ്. കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനും കൂടി പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നാൽ അത് ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കില്ല. ഓരോ മാസവും ബ്ലീഡിങ് വന്ന പീരീഡ് വന്നു അങ്ങനെ ചിന്തിക്കാനേ പലർക്കും സാധിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. കണ്ടുപിടിക്കാൻ പറ്റുന്നത് സെക്കൻഡറി ആണെങ്കിൽ ഓവുലേഷൻ ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഇതാണ് പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് എളുപ്പത്തിൽ പ്രഗ്നൻസി ആകണമെങ്കിൽ നിങ്ങൾ പീരിയഡ്സിനെ റെഗുലർ ആക്കാനായിട്ട് നോക്കുക. എന്തെല്ലാം റീസൺസ് കൊണ്ടാണ് നമുക്ക് പീരിയഡ്സ് ഇറഗുലർ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിക്കുന്ന എന്തെങ്കിലും മെഡിസിൻസ് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് നോർമൽ ആകാത്തത് കൊണ്ട്, തൈറോയ്ഡ്, PCOD, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ പോകുന്നത്. അത് റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തേതാണ് നമ്മൾ വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഉയരത്തിനനുസരിച്ചിട്ടുള്ളതാണോ നമ്മുടെ വണ്ണമെന്ന് നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കണം. ഏകദേശം നമ്മുടെ ഒരു ഹൈറ്റ് നമുക്കറിയാമല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ മെഷർമെൻറ്റ് ടേപ്പ് ഉണ്ടെങ്കിൽ ആ ടേപ്പ് വെച്ച് ഏകദേശം ഒന്ന് അളവെടുക്കുക. നമ്മളൊരു മതിലിലോട്ട് ചാരി നിന്നിട്ട് പയ്യെ ഒരു പെൻസിൽ വെച്ച് നമ്മുടെ തലയുടെ അവിടെ വെച്ച് ഒന്ന് പയ്യെ ഒരു ചെറിയൊരു ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളൊരു മെഷർമെൻറ്റ് ടേപ്പ് വെച്ചിട്ട് അളന്നെടുക്കുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു അളവ് കിട്ടും. നിങ്ങളുടെ അളവ് ഏകദേശം ഒരു 155 സെൻറ്റിമീറ്റർ അങ്ങനെയാണ് കിട്ടുന്നത് എങ്കിൽ ആ സെന്റിമീറ്റർ വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയായിരിക്കും. ഈ സെന്റിമീറ്റർ വെച്ചിട്ട് നിങ്ങൾ ഐഡിയൽ വെയിറ്റ് കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗൂഗിളിന്റെ സെർച്ച് ബാറിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക്സ് കിട്ടും. അതിലൊരു ലിങ്ക് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹൈറ്റ് അവർ ചോദിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ ഏജും അവർ ചോദിക്കും. ഇത് രണ്ടും പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിലോയിൽ വരുന്ന കൃത്യം വെയിറ്റ് കിട്ടും. ഈ വെയിറ്റിനകത്താണോ നിങ്ങളുടെ എന്ന് നിങ്ങൾ മെഷർ ചെയ്യുക. ഏകദേശം നമുക്കറിയാമല്ലോ, ഇല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ക്ലിനിക്കിൽ പോയിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് നോക്കുന്ന മെഷീൻ ഉണ്ടെങ്കിലോ അങ്ങനെ നിങ്ങൾ വെയിറ്റ് മോണിറ്റർ ചെയ്യുക. ഇതിലൊരു 2 കിലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ല കേട്ടോ. പക്ഷേ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് വിസിബിൾ ആണെങ്കിൽ, അതായത് 55 കിലോ വെയിറ്റ് വേണ്ട ഒരാൾ 60 കിലോയോ 61 കിലോയോ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഓവുലേഷൻ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഉറക്കം കൺട്രോൾ ചെയ്യാനാണ്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസും മറ്റു പല ഹോർമോൺസും പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതുമായിട്ടുള്ളൊരു സൈക്കിളിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. 7 മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഫെർട്ടിലിറ്റി ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിനെയും മറ്റു പല ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിനെയും അത് സാരമായിട്ട് അഫക്റ്റ് ചെയ്യും. സൈക്കിൾ നമുക്ക് ഇറഗുലർ ആയിട്ട് പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് സ്ലീപ്പ് കൺട്രോൾ ചെയ്യണം. നമുക്ക് ഉറക്കം കിട്ടാതെ വരുന്ന സമയത്ത് കോർട്ടിസോൾ എന്ന് പറയുന്നൊരു ഹോർമോൺ ഇൻക്രീസ് ആകുന്നു. ഇത് ലെപ്റ്റിൻ എന്ന് പറയുന്നൊരു ഹോർമോണിൻ്റെ പ്രവർത്തനത്തിന് റിഡ്യൂസ് ആകുന്നു. അതുവഴി നമുക്ക് ഓവുലേഷൻ ഡിലേ ആകുന്നതിനും അത് കാരണമാകുന്നു. നമുക്ക് ഇറഗുലർ ആയിട്ട് പീരിയഡ്സ് ഉണ്ടാകുന്നതിനും അത് കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അടുത്ത റീസൺ ആണ് സ്ട്രെസ്സ്. നമ്മൾ സ്ട്രെസ്സ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ കോർട്ടിസോൾ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ ഭയങ്കരമായിട്ട് കൂടും. ഇത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിനെ അത് അഫക്റ്റ് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓവുലേഷനും അതുപോലെ ഹോർമോൺസിൻ്റെ ഇംബാലൻസസും ശരീരത്തിൽ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്നവർ ഇത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അടുത്ത റെഗുലർ പീരിയഡ്സിൻ്റെ റീസൺ ആണ് നമുക്കുണ്ടാകുന്ന PCODയും അതുപോലെ തൈറോയിഡും. PCODയും തൈറോയിഡും കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ആദ്യം നമുക്ക് വിസിബിൾ ആകുന്നത് നമ്മുടെ പീരിയഡ്സിലാണ്. ചിലർക്ക് PCOD ഉള്ളവർക്ക് ഭയങ്കര ലോങ് ആയിട്ട് പീരിയഡ്സിൻ്റെ ലെങ്ത് പോകും. ചിലവർക്ക് ഭയങ്കര ഷോർട്ടായിട്ട്, അതായത് ഒരു മാസത്തിൽ 2 തവണ ഒക്കെ പീരിയഡ്സ് ആകും. ചിലർക്ക് ബ്ലീഡിങ് ഭയങ്കര കൂടുതലുണ്ടാവും, 7 ദിവസത്തിനേക്കാളും കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവും. ചിലർക്ക് ഒരു തുള്ളി നേരൊരു അടയാളം മാത്രമേ ഉണ്ടാവുള്ളൂ, ബ്ലീഡിങ് സ്റ്റോപ്പ് ആവും. ഇങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ ബ്ലീഡിങ് വളരെ കുറവായിട്ട് പോകുന്നത് ഒരു ആശ്വാസമായിട്ട് കാണുന്നവർ
കാണുന്നവരുണ്ടാകും. അങ്ങനെയൊക്കെ കാണുന്നവർ, അതുപോലെ ഒരുപാട് നീണ്ട പീരിയഡ്സ് പോകുന്നതും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കാനായിട്ട് പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 21നും 35നും ഇടയ്ക്ക് നമുക്ക് പീരിയഡ്സ് വന്നാൽ മാത്രമേ അത് ഹെൽത്തി ആയിട്ടുള്ള പീരിയഡ്സ് ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് ശരീരത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചിട്ട് PCOD ഉണ്ടോ എന്ന് ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും നടത്തി കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക. അടുത്ത റീസൺ ആണ് നമുക്കുണ്ടാകുന്ന തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനം ഒരുപാട് കൂടുന്നതും ഒരുപാട് അണ്ടറാക്റ്റീവ് ആയിട്ട് തൈറോയ്ഡ് ഹോർമോൺ പോകുന്നതും നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിനെയും നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത്തിനെയും അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇറഗുലർ ആയിട്ട് പീരിയഡ്സ് പോകുന്നവർ നിങ്ങൾക്ക് PCODയോ തൈറോയ്ഡോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇത്രയുമാണ് നമുക്ക് ഇറഗുലർ ആയിട്ട് മെൻസ്ട്രേഷൻ പോകാനായിട്ട് നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് കൺട്രോൾ ചെയ്യാനും പറ്റുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. PCOD ഉള്ള ആളുകളാണെങ്കിലും തൈറോയ്ഡ് ഉള്ള ആളുകളാണെങ്കിലും എക്സസൈസ് അവരുടെ ഒരു ദിനചര്യയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഒരു പാർട്ട് ഓഫ് ദ ഡേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 50 മിനിറ്റ്സ് നമ്മുടെ ശരീരം ഭയങ്കര ആക്റ്റീവ് ആകും. അങ്ങനെ വരുമ്പോഴേക്കും ഫാറ്റ് ലോസ് നമുക്ക് ഉണ്ടാകും, നമ്മൾ മെന്റലി ഫിറ്റ് ആകും, അതുപോലെ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവാനായിട്ട് തുടങ്ങും. ഇപ്പോൾ എക്സസൈസ് വേറെ ജിമ്മിൽ പോയൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലോ യോഗ അല്ലാത്ത രീതിക്കുള്ള എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിലോ മേത്ത് വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കുറച്ച് ദിവസം നമുക്കത് ഉണ്ടാകും, അത് കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് ഫിറ്റ് ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ അക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫിറ്റ് ആവാനായിട്ടുള്ള തരത്തിലുള്ള എക്സസൈസുകൾ, മെന്റലി അതുപോലെ ഫിസിക്കലി ഫിറ്റ് ആവുന്ന തരത്തിലുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ വെയിറ്റ് ഒക്കെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന തരത്തിലുള്ള വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുക. അതിനുശേഷം വെയിറ്റ് ഒന്ന് ആഡിക്വേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് യോഗയാണ്. ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് യോഗ പോസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. മാലാസന ചെയ്യുക. അതായത് നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലുള്ള രീതിക്ക് നല്ലതുപോലെ ശ്വാസം അകത്തേക്ക് വലിച്ച് സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതാണ് മാലാസന എക്സസൈസ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ രണ്ടും ചേർത്ത് വെക്കുക. നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് തൊഴാനായിട്ട് നിൽക്കില്ലേ, അതുപോലെ നിങ്ങൾ കൈ ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് ണ്ടോ ഈ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യണം. ദെൻ സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്ത് വിടുക. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് ഓക്സിജൻ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും അതുപോലെ എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഡെവലപ്മെൻറ്റിനും അത് സഹായിക്കുന്നു. ആ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ബട്ടർഫ്ലൈ എക്സസൈസ്, നമ്മൾ കാല് രണ്ടും ചേർത്ത് വെച്ചിട്ട് നേരെ ഒന്ന് ഇരിക്കുക. അതായത് നമ്മളിപ്പോൾ ചമ്രം പടിഞ്ഞിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഇരിക്കേണ്ട, നമ്മൾ ജസ്റ്റ് ഒരു ബെഡിൽ ഇരിക്കുക. ഇരുന്നതിന് ശേഷം നമ്മുടെ രണ്ട് കാലുകളും ചേർത്ത് വെച്ചിട്ട് ബട്ടർഫ്ലൈ ചിറകിട്ട് അനക്കുന്നത് പോലെ നമ്മുടെ കാല് അനക്കി കൊടുക്കുന്നതാണ് ബട്ടർഫ്ലൈ എക്സസൈസ്. ഞാൻ ഇമേജ് കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതല്ലെങ്കിൽ ടീച്ചേഴ്സ് വേൾഡ് ബട്ടർഫ്ലൈ എക്സസൈസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചെയ്യുന്നതിലൂടെ എന്തെല്ലാം ഗുണങ്ങൾ കിട്ടുമെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ ബ്രിഡ്ജ് പോസ്, നമ്മൾ കിടന്നിട്ട് നമ്മുടെ കാല് കുത്തി നിർത്തിയിട്ട് നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗം പൊക്കുക, അതാണ് ബ്രിഡ്ജ് പോസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുക, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതുപോലെ ക്യാമൽ പോസ് എക്സസൈസ് ഉണ്ട്. ഇത് നമ്മളുടെ പീരിയഡ്സ് റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ക്യാമൽ പോസ് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുപോലെ ക്യാമൽ പോസ് യോഗ പോസ് എന്ന് പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ആണ് ഇതിൽ ഏറ്റവും എളുപ്പമുള്ള എക്സസൈസ് കേട്ടോ. കാല് ഉയർത്തി പിടിച്ചിട്ട് മതലിനോട് ചേർത്ത് കാല് വെക്കുക. ഒരു 90 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ കിടക്കുന്നത് പോലെ മതലിനോട് നേരെ ചാരി നിങ്ങൾ കിടക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് ഭയങ്കര ലേസി ആയിട്ട് ഇരുന്നിട്ടും നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാം. പക്ഷേ ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് റെഗുലർ പീരിയഡ്സ് റെഗുലർ ആക്കാൻ പറ്റുന്ന രണ്ടാമത്തെ വിദ്യ. മൂന്നാമത്തേതാണ് നിങ്ങൾ ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആപ്പിൾ സിഡർ വിനിഗർ നമ്മുടെ പീരിയഡ്സ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പല ഹോർമോൺസിൻ്റെയും പ്രവർത്തനം നോർമലാക്കി നടക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ വിനിഗർ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനിഗർ മേടിക്കാനായിട്ട് കിട്ടും. അതൊരിക്കലും ഡയറക്റ്റ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ചെറു ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആപ്പിൾ സിഡർ വിനിഗർ കുടിക്കാൻ വേണ്ടിയിട്ടോ. ഒരു ദിവസം 1 ഗ്ലാസ്, അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല. അടുത്തതാണ് ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള പല എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നിങ്ങളുടെ പീരിയഡ്സിനെ റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. എന്തെല്ലാം ഗുണങ്ങളാണ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാൾക്ക് ക്യാരറ്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് വേൾഡ് ക്യാരറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അതിനെപ്പറ്റി മാത്രമുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഒരു ദിവസം 1 ഗ്ലാസ് വീതം ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നതോ ഒരു ദിവസം 1 ക്യാരറ്റ് നിങ്ങൾ കഴിക്കുന്നതോ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫെർട്ടിലിറ്റിക്ക് അത് അഫക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും അത് ഉപയോഗിക്കാവുന്നതാണ്. ഓവറോൾ സെമന്റിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട് കേട്ടോ.
അടുത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന മെത്തേഡാണ് ഉലുവ വെള്ളമോ അല്ലെങ്കിൽ ജീരകമോ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉലുവയെ പറ്റിയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട്, കാണാൻ വേണ്ടിയിട്ട് ദിച്ചോസ് വേൾഡ് ഫെനുഗ്രീക്ക് സീഡ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉലുവ വെള്ളം ഉപയോഗിക്കുന്നത് വഴി അതിലടങ്ങിയിട്ടുള്ള പല എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസും നിങ്ങളുടെ ഓവുലേഷൻ പ്രോപ്പർ ആക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പീരിയഡ്സ് റെഗുലർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒപ്പം പെരുംജീരകം വെള്ളം നിങ്ങൾ കുടിക്കുന്നതും ഇതെല്ലാം റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പീരിയഡ്സ് റെഗുലർ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. വൺസ് നിങ്ങളുടെ പീരിയഡ്സ് റെഗുലർ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വേറൊരു സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടി വരില്ല. നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കും. അങ്ങനെ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്ന ഒരാൾക്ക് ഡോക്ടർ ജസ്റ്റ് ഒരു മെഡിസിൻ, അതായത് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ലെട്രസോളോ HCG ഇഞ്ചക്ഷനോ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റി ഉള്ള അണ്ടം പ്രൊഡ്യൂസ് ആകുന്നു, നിങ്ങൾക്ക് പ്രഗ്നൻസിയും കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാട് നാളുകളായിട്ട് ഹസ്ബൻഡിനെ കാത്തിരുന്ന് മീറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ പീരിയഡ്സ് റെഗുലർ ആണോ എന്നുള്ള കാര്യം മസ്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പീരിയഡ്സ് റെഗുലർ ആക്കാതെ നിങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ഹോർമോൺസിൻ്റെ ഇഞ്ചക്ഷനാണ്, ഹോർമോൺസിൻ്റെ മെഡിസിനാണ്. കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പീരിയഡ്സ് റെഗുലർ ആക്കുക, വെയിറ്റ് മോണിറ്റർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.